ജപാകുസുമസങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോഘ്നം സർവപാപഘ്നം ഭാസ്കരം പ്രണമാമ്യഹം. കശ്യപഗോത്രത്തിൽ ജനിച്ചവനും മഹാദ്യുതി അങ്ങേയറ്റം ദ്യുതി ശോഭയോടുകൂടിയ ഭാസ്കരനെ സൂര്യനെ ഞാൻ പ്രണമിക്കുന്നു. നവഗ്രഹ സ്തോത്രത്തിൽ ആദ്യത്തെ ശ്ലോകമാണിത്. ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് ചാരവശാലുള്ള ആദിത്യൻ്റെ ഇടവരാശിയിലേക്കുള്ള സഞ്ചാരവും അത് മേടം മുതൽ 12 രാശിക്കാരെ എപ്രകാരം ബാധിക്കുന്നു എന്ന ശുഭാശുഭ ഫലങ്ങളുമാണ്. കഴിഞ്ഞ മാസം മേടമാസം സൂര്യൻ ഉച്ചത്തിലായിരുന്നു മേടൻ രാശിയിൽ പ്രവേശിച്ചത്. സൂര്യൻ്റെ ഉച്ചക്ഷേത്രമാണ് മേടം. മേടം 10 ആണ്, 10-ാം ഉദയം അത്യുച്ഛം കഴിഞ്ഞ് ഇതാ സൂര്യൻ മേടം 31-ാം തീയതി ഇടവരാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. മേടമാസം 31-ാം തീയതി അർദ്ധരാത്രി, അതായത് 1200 ഇടവമാസം 1-ാം തീയതി, നമ്മൾ ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം 2025 മെയ് മാസം 15-ാം തീയതി കാലത്ത് പുലർച്ചെ 12:15 ഇടവരവി സംക്രമം. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് സൂര്യൻ പ്രവേശിക്കുന്നത് ഇടവ മാസത്തിലാണ്, ഇടവൻ രാശിയിലാണ് പ്രവേശിക്കുന്നത്. ഇടവൻ രാശി സൂര്യൻ്റെ ശത്രുക്ഷേത്രമാണ്, അത് ശുക്രക്ഷേത്രമാണ്. സൂര്യൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ് ശത്രു മന്ദസിതൗ. മന്ദനാരാണ്? ശനിയാണ്. തൻ്റെ സ്വന്തം പുത്രനാണ് ശനി. പിന്നീടോ ശുക്രൻ. ഈ 2 ഗ്രഹങ്ങളുമാണ് പരമമായ ശത്രുക്കൾ ഗ്രഹങ്ങളുടെ മിത്രശത്രു ഭേദങ്ങളിൽ. അതിനാൽ ശത്രുക്ഷേത്രത്തിലാണ് പ്രവേശിച്ചിരിക്കുന്നത്. നമ്മുടെ ചർച്ച ചെയ്യുന്നത് ഓരോ രാശിക്കാർക്കുമുള്ള ശുഭാശുഭ ഫലങ്ങളാണ്. പക്ഷെ ആദ്യമായി ഇടവൻ രാശിയിൽ നിൽക്കുന്ന ശുക്രന് ആശ്രയഫലം പറഞ്ഞിരിക്കുന്നുണ്ട് ഹോരാചാര്യർ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഗവി വസ്ത്രസുഗന്ധ പണ്യജീവി വനിതാദ്യുത് കുശലശ്ച ഗേയവാദ്യേ. വസ്ത്രസുഗന്ധ പണ്യജീവി, ഇയാൾ പണ്യജീവി, വാങ്ങിയും വിറ്റും കച്ചവടം ചെയ്ത് കാശുണ്ടാക്കും, ജീവിക്കും. വസ്ത്രസുഗന്ധങ്ങൾ, സുഗന്ധദ്രവ്യങ്ങളും സ്പൈസസുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ അപ്രകാരം സുഗന്ധം പരത്തുന്ന വസ്തുക്കൾ, അത് സ്പ്രേയൊക്കെ ആകാം. പിന്നീട് വസ്ത്രം, കമ്പിളിയുടെ കാരകത്വം പറഞ്ഞിട്ടുണ്ട് സൂര്യന്. സൂര്യൻ്റെ തൊഴിൽ വിഭാഗം ചിന്തിക്കുമ്പോൾ, കർമ്മവിഭാഗം ചിന്തിക്കുമ്പോൾ, അതിനാൽ വസ്ത്രവ്യാപാരം സൂര്യനുമായി പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ഒരു പൊരുത്തക്കേട് തോന്നാറുണ്ട് അതൊക്കെ. ഇവിടെ വസ്ത്രവും സുഗന്ധദ്രവ്യങ്ങളും വിറ്റ് കാശുണ്ടാക്കും എന്നൊരു ഫലം, ജീവിക്കും എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. വനിതാദ്യുത്, സ്ത്രീകളുമായി ദ്വേഷിക്കും, തനിക്ക് സ്ത്രീകളുമായി ശത്രുത വരും. അതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ഇടവമാസക്കാലം സ്ത്രീകളുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കണം, ശത്രുത വരും. കുശലശ്ച ഗേയവാദ്യേ, അയാൾ സംഗീതാദി കലകളിൽ നിപുണനാകും. ഗേയം മീൻസ് ഗാതും യോഗ്യം ഗേയം, അല്ലേ? പാടുവാൻ യോഗ്യമായതിനെയാണ് ഗേയം എന്ന് പറയുക. എന്താണ് പേയം? പാതും യോഗ്യം പേയം, കുടിക്കുവാൻ യോഗ്യമായതാണ് പേയം അഥവാ പാനീയം എന്ന് പറയുന്നത്. പാനീയം. ഇവിടെ ഗാതും യോഗ്യം, സംഗീതവുമായി ബന്ധപ്പെട്ട യോഗ്യതയുള്ള വിഷയങ്ങൾക്കാണ് ഗേയം എന്ന് പറയുന്നത്. സംഗീതപ്രേമികൾക്ക്, പുതുതായി സംഗീതം പഠിക്കാൻ ആരംഭിക്കുന്നവർക്ക് വളരെ നല്ലതാണ് ഈ ഇടവ മാസം. പ്രത്യേകിച്ച് സൂര്യൻ ശിവനാണ് സംഗീതത്തിൻ്റെ അധിപതി. സാമവേദത്തിൽ മുഴുവനും ശിവനെപ്പറ്റി, സംഗീതത്തെപ്പറ്റി, ശിവൻ്റെ നൃത്തത്തെപ്പറ്റി സ്പർശിച്ചിട്ടുണ്ട്. പാണിനി തൻ്റെ ആധികാരിക വ്യാകരണ ഗ്രന്ഥമായ അഷ്ടാധ്യായി രചിച്ചത് ശിവൻ്റെ നൃത്തവും ആ ഢക്കയിൽ നിന്നും വന്ന 14 മാഹേശ്വര സൂത്രങ്ങളും സ്വപ്നത്തിൽ ദർശിച്ചിട്ടാണ്. നൃത്താവസാനേ നടരാജരാജഹ നനാദ ഢക്കാം നവപഞ്ചവാരം. 14 തവണ ഢക്ക അദ്ദേഹം ഉടുക്ക് കൊട്ടി നൃത്തത്തിൻ്റെ അവസാനത്തിൽ. അതാണ് മാഹേശ്വര സൂത്രമായി ലോകത്തിലെ ഏറ്റവും വലിയ വ്യാകരണ ഗ്രന്ഥമായ അഷ്ടാധ്യായിയായി പാണിനി മഹർഷി രചിച്ചത്. അവിടെ മോട്ടിവേഷൻ, പ്രേരണ, സ്വപ്ന ദർശനമാണ് ശിവനെ. ഈ മാഹേശ്വര സൂത്രങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥമായി മാറിയത്.
14 സൂത്രങ്ങൾ അയുൺ റിലിക് യയോങ് അയ്യൗച്ച് ഹയവരട്ട് ലണ് ഞമങ്ങണനം ജബന്ത് ഘടദഷ് ജപഘടദഷ് കഭച്ഛടധ ഛടതവ് കബയി ഷഷസർ ഹല് ഇതാകുന്നു മാഹേശ്വര സൂത്രം. അതിനാൽ സംഗീതപ്രേമികൾക്ക്, സംഗീതം അഭ്യസിക്കുന്നവർക്ക്, വീണ്ടും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഇടവമാസത്തിലെ 30 ദിനങ്ങൾ ഉപയോഗിക്കുക. പ്രത്യേകിച്ച് ശിവൻ്റെ നക്ഷത്രമായ തിരുവാതിര നക്ഷത്രം ഉപയോഗപ്പെടുത്തുക. വിദ്യക്ക് മാത്രം പറഞ്ഞിട്ടുള്ളൊരു പ്രത്യേക നക്ഷത്രമാകുന്നു തിരുവാതിര. ബാക്കിയൊരു ശുഭകാര്യത്തിനും തിരുവാതിര ആചാര്യർ സ്പർശിച്ചിട്ടില്ല തന്നെ. ഏതായാലും നമുക്ക് മേടമാസം മുതൽ മീനം മാസം വരെയുള്ള 12 രാശിക്കാർക്കും എപ്രകാരമാണ് ഈ സൂര്യൻ ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുക എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം. ഏവർക്കും ഡോക്ടർ മാരാർജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് സൂര്യൻ്റെ ഇടവൻ രാശിയിലേക്കുള്ള പ്രവേശനം, ചാരവശാലുള്ള സഞ്ചാരം എപ്രകാരം മിഥുനൻ രാശിക്കാരെ ബാധിക്കും, എന്താണ് മിഥുനൻ രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങൾ എന്ന വിഷയമാകുന്നു. മിഥുനൻ രാശി എന്നാൽ നിങ്ങൾക്കറിയാം. മകീര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര പുണർദ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു മിഥുനം രാശി. ഇവിടെ മിഥുനം രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് 12ാം ഭാവത്തിലാണ്. നിങ്ങൾ മനസ്സിലാക്കണം, മിഥുനൻ രാശിക്കാർക്ക് സൂര്യൻ ഏത് ഭാവത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹമാണെന്ന് നമ്മളറിയണം. മിഥുനൻ രാശിക്കാർക്ക് സൂര്യൻ 3ാം ഭാവത്തിൻ്റെ ആധിപത്യമാണുള്ളത്. എന്താണ് 3ാം ഭാവം? ധൈര്യം, വീര്യഞ്ച ദുർബുദ്ധിർ, സഹോദര പരാക്രമവും ദക്ഷകർണ സഹായൗച ചിന്തനീയ തൃതീയത. തന്നെ ധൈര്യം, വീര്യം, ശൂരത, ധീരത, ദുർബുദ്ധി, തൻ്റെ പരാക്രമം, തൻ്റെ സഹായികൾ, തൻ്റെ സഹോദരങ്ങൾ, തൻ്റെ വലത്തെ ചെവി, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്ന 3ാം ഭാവം. ഈ ഭാവാധിപനായ ഗ്രഹം 12ാം ഭാവത്തിൽ പോയി നിൽക്കുന്നു. 12ാം ഭാവം ശുഭഗ്രഹങ്ങൾക്കും പാപഗ്രഹങ്ങൾക്കും നല്ല ഭാവമല്ല. എന്താണ് 12ാം ഭാവം? പാപം വ്യാംജ പതനം നിരയം വാമമമ്പകം സ്ഥാനഭ്രംശം ച വൈകല്യം ദ്വാദശേന വിചിന്തയേത്. പാപം, പാപങ്ങൾ, വ്യയം, ചെലവ്, പതനം, വീഴ്ച, നരകം, ഇടത്തെ കണ്ണ്, സ്ഥാനഭ്രംശങ്ങൾ, ശരീരത്തിനുണ്ടാകുന്ന വൈകല്യങ്ങൾ, ഇതൊക്കെയാണ് 12ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത്. അതിനാൽ 12ാം ഭാവത്തിൽ സൂര്യൻ വരുമ്പോൾ മേൽപ്പറഞ്ഞ 3ാം ഭാവങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. 12ാം ഭാവത്തിൽ സൂര്യൻ വന്നാൽ ഹോരാശാസ്ത്രത്തിൽ വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിരിക്കുന്ന ഒരു ഒറ്റ ഫലമാണ് പതിതസ്തരിപ്പേ, പാതിത്യം, വീഴ്ച വരും. ഏതെല്ലാം ഭാവങ്ങൾക്ക് പാതിത്യം വരും? തൻ്റെ ദുർബുദ്ധിക്ക്, തൻ്റെ സഹോദരങ്ങൾക്ക് വീഴ്ച വരും, തൻ്റെ സഹായികൾക്ക് അപകടങ്ങൾ വരും, വീഴ്ച വരും, തൻ്റെ ധൈര്യത്തിന് ക്ഷതി വരും, പരാക്രമത്തിന് ക്ഷതി വരും. അതിനാൽ ഈ ഒരു മാസക്കാലം മിഥുനൻ രാശിക്കാർ ശ്രദ്ധിക്കണം. സഹായികളെ കൊണ്ട്, സഹോദരങ്ങളെ കൊണ്ട് അനാവശ്യമായി എടുത്തുചാട്ടങ്ങൾ നടത്തിയാൽ അവിടെയൊക്കെ തനിക്കെന്ത് വരും? അവിടെയൊക്കെ തനിക്ക് എന്ത് വരും? വീഴ്ച വരുമെന്ന് മനസ്സിലാക്കണം. ഒരു ഭീകരമായ അവസ്ഥയാണത്. വളരെയധികം ശ്രദ്ധിക്കണം. മിഥുനൻ രാശിക്കാർ ഈ ഒരു മാസക്കാലം ഇടവൻ രാശിയിൽ നിന്നും സൂര്യൻ മിഥുനൻ രാശിയിലേക്ക് വരുന്നത് വരെയുള്ള സമയം ചമത്കാര ചിന്താമണിയിലും പറഞ്ഞിരിക്കുന്ന ഫലം അത്ര നല്ലതല്ല. രവിർദ്വാദശയെ നേത്രദോഷം കരോതി. 12ൽ സൂര്യൻ വന്നാൽ കണ്ണുരോഗം വരും. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഇടത്തെ കണ്ണിന് അപകടം വരാതെ ശ്രദ്ധിക്കുക. വിപക്ഷാഹവേ ജായദേശോ ജയസ്ത്രീഹി. ശത്രുമായുള്ള യുദ്ധത്തിൽ പലപ്പോഴും തനിക്ക് വിജയം കൈവരുമെന്ന് ഒരു നല്ല ഫലം പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ശത്രുനിഗ്രഹത്തിന്, ശത്രുക്കളുമായി ബന്ധപ്പെടുന്ന കേസുകൾക്ക് വിവാദത്തിൽ ജയിക്കുവാൻ ഈ 12ലെ സൂര്യൻ സഹകരിക്കും. ഇതാദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ഫലം പറഞ്ഞിട്ടുള്ളത് ചമത്കാര ചിന്താമണിയിൽ. സ്ഥിതേലിപ്സിയ ലീയതേ ദേഹദുഃഖം. തൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ശരീരത്തിൻ്റെ സുഖദുഃഖങ്ങൾ നോക്കാതെ താൻ ഹാർഡ് വർക്ക് ചെയ്യും, കഠിനാധ്വാനം ചെയ്യും. പിതൃവ്യാപത. അച്ഛൻ മുതലായവർക്ക് രോഗമുണ്ടാകും. സൂര്യൻ പിതൃകാരകനാണ്. അച്ഛൻ്റെ സഹോദരങ്ങൾ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ, ഇവർക്കൊക്കെ അപകടമുണ്ടാകും. ഹാനിരധ്വപ്രദേശേ. തനിക്ക് വഴിയിൽ വെച്ച് അപകടമുണ്ടാകും. നിങ്ങളിവിടെ ശ്രദ്ധിക്കണം. മിഥുനൻ രാശി നിശാരാശിയാണ്. അത് രാത്രി രാശിയാണ്. രാത്രിക്ക് ബലമുള്ള രാശിയാണ്. അതിനാൽ രാത്രി യാത്രയിൽ അപകടമുണ്ടാകും. തനിക്ക് പിടിച്ചുപറി
നേരിടേണ്ടി വരും, ധനനഷ്ടം നേരിടേണ്ടി വരും. അസമയത്തുള്ള യാത്രയിൽ എന്തെങ്കിലും സംഘർഷങ്ങൾ ഉണ്ടായാൽ, താനിവിടെ ധൈര്യം പ്രകടിപ്പിച്ചാൽ, ശൗര്യം പ്രകടിപ്പിച്ചാൽ ശത്രുക്കൾ തന്നെ ഉപദ്രവിക്കും. അതിനാൽ ഇവിടെ മൗനം വിദ്വാനും വിഡ്ഢിക്കും ഭൂഷണമാണ്. ഇവിടെ മൗനിയായിരിക്കണം. അസമയത്തുള്ളൊരു യാത്ര വന്ന് പ്രകോപനമുണ്ടാക്കിയാൽ, താൻ അതിൻ്റെ ഭാഗമായാൽ ആ പ്രകോപനം തനിക്ക് വളരെ വിപരീതമായി സംഭാവ്യമാണ്, ഭവിക്കുന്നതാണ്. അതിനാൽ വളരെ ശ്രദ്ധിക്കുക. അസമയത്തുള്ള യാത്ര പാടില്ല. യാത്രയുണ്ടെങ്കിൽ തന്നെ അവിടെ ഒരു പ്രകോപനവും പാടില്ല. വളരെ പതുക്കെ അപകടമില്ലാതെ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തുവാൻ ശ്രദ്ധിച്ചു കൊള്ളണം മിഥുനൻ രാശിക്കാർ. സാഹോദര്യ ബന്ധത്തിന് വളരെ വിഷമങ്ങളുണ്ടാകും. സഹായികളുമായുള്ള ബന്ധത്തിന് ബുദ്ധിമുട്ടുകൾ വരും. ഒരു തരത്തിലും സാമ്പത്തിക വിഷയത്തിലുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വ്യക്തമായ രേഖയില്ലാതെ ഒന്നും ചെയ്യാൻ പാടില്ല. തനിക്ക് ധനനഷ്ടം വരുന്ന സമയമാണ്. അതിനാൽ വളരെയധികം ശ്രദ്ധയോടുകൂടി മാത്രം സഹായികളും സഹോദരങ്ങളുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലൊക്കെ ശ്രദ്ധിക്കുക. അസമയത്തുള്ള യാത്ര വേണ്ട എന്ന് വെക്കണം. ഇവിടെ നിർബന്ധമായും ശാരീരികമായ ക്ലേശങ്ങൾ ശ്രദ്ധിക്കണം. അതിശക്തമായ ഘനമുള്ള വസ്തുക്കളെടുത്താൽ ഡിസ്ക് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരും, അസ്ഥി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരും. അതിനാൽ ഘനമുള്ള വസ്തുക്കൾ എടുക്കാതിരിക്കുക. എല്ല് സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ വന്ന് ക്ലേശങ്ങൾ വരും, ഫ്രാക്ചറുകൾ വരും പാദങ്ങൾക്ക്. ഇതൊക്കെ ശ്രദ്ധിക്കണം. പിന്നീട് നിർബന്ധമായും ശിവക്ഷേത്രത്തിൽ ഈ മാസം കൂളമാല, ജലധാര, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി അല്ലെങ്കിൽ മൃത്യുഞ്ജയ ഹോമം കഴിപ്പിക്കണം. മിഥുനൻ രാശിക്കാർ തങ്ങളുടെ പിതാവ് രോഗാവസ്ഥയിലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ ഈ മാസം കഴിപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രവും അതിനുമപ്പുറം ആദിത്യ ഹൃദയ മന്ത്രവും ജപിക്കുന്നത് വളരെ ഗുണകരമായിരിക്കും. മൃത്യുഞ്ജയ മന്ത്രവും ജപിക്കുന്നത് ക്ലേശങ്ങളിൽ നിന്നും മോചനം നേടുവാൻ പര്യാപ്തമായിരിക്കും. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഊർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയ മാമൃതാത് എന്ന മന്ത്രമാവട്ടെ ഈയൊരു മാസത്തിൽ ജപിക്കുവാനോ അല്ലെങ്കിൽ ശ്രവിക്കുവാനോ എൻ്റെ പ്രിയപ്പെട്ട മിഥുന രാശി പ്രേക്ഷകർ ശ്രമിക്കേണ്ടത്. എല്ലാ പ്രിയപ്പെട്ട മിഥുന രാശിക്കാർക്കും ശോഭനമായ നല്ല ഒരു മാസത്തെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.